കാറിനുള്ളിൽ സ്വിമ്മിംഗ് പൂൾ സജ്ജീകരിച്ച് കുളിച്ച് യാത്ര ചെയ്ത വ്ലോഗർ സഞ്ജു ടെക്കിയുടെ ലൈസൻസ് ആജീവനാന്തം റദ്ദു ചെയ്തു. വാഹനത്തിന്റെ രജിസ്ട്രേഷനും വാഹനമോടിച്ചിരുന്ന സൂര്യനാരായണന്റെ ലൈസൻസ് 1 വർഷത്തേക്കും റദ്ദു ചെയ്തെന്ന് എൻഫോഴ്സ്മെന്റ് RTO അറിയിച്ചു. വണ്ടിയിൽ ഓൾട്രേഷൻ നടത്തുക, അപകടകരമായ വാഹനം ഉപയോഗിക്കുക, മോട്ടോർ വാഹന നിയമങ്ങളെ ലംഘിച്ചുകൊണ്ടുള്ള ഇത്തരം വ്ലോഗർമാരുടെ കർശന നടപടികൾക്കെതിരെ കർശനമായ നടപടി സ്വീകരിക്കണമെന്നാണ് ബഹുമാനപ്പെട്ട കേരള ഗതാഗത വകുപ്പ് മന്ത്രിയുടെയും നിർദ്ദേശം. ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെയും ബഹുമാനപ്പെട്ട കേരള ഗതാഗത വകുപ്പ് മന്ത്രിയുടെയും കർശനമായ നിർദ്ദേശങ്ങൾ അനുസരിച്ച് ശ്രീ സജു TSന്റെ ലൈസൻസ് റദ്ദാക്കിയിരിക്കുകയാണ്. ഇനി ഈ ലൈസൻസ് ഉപയോഗിച്ചുകൊണ്ട് വണ്ടി ഓടിക്കാൻ ശ്രീ സജു TSന് കഴിയില്ല. ശ്രീത്തുണ്ട് വിവരങ്ങളുമായി. ശ്രീത്ത്, ഇപ്പോൾ വ്ലോഗർ സഞ്ജു ടെക്കിക്ക് ആജീവനാന്ത വിലക്കാണ്. എങ്ങനെയാണ് ഇങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് എത്തിയിരിക്കുന്നത്? സ്മൃതി, സഞ്ജു ടെക്കി വാഹനത്തിൽ രൂപമാറ്റം വരുത്തി സ്വിമ്മിംഗ് പൂൾ സജ്ജീകരിച്ച് യാത്ര ചെയ്താണ് ഇത്രയും പ്രശ്നങ്ങൾക്ക് ഇടയാക്കിയിരിക്കുന്നത്. നേരത്തെ സഞ്ജുവിന്റെ വാഹനം പിടിച്ചെടുത്ത നടപടികളുമായി മോട്ടോർ വാഹന വകുപ്പ് മുന്നോട്ട് പോയെങ്കിലും ഹൈക്കോടതി സ്വമേധ്യാ കേസെടുത്ത് ഇടപെട്ടതോടെയാണ് കർശന നടപടിക്ക് മോട്ടോർ വാഹന വകുപ്പ് നിർബന്ധിതമായത്. ഇപ്പോൾ സഞ്ജു ടെക്കിയുടെ ലൈസൻസ് ആജീവനാന്തം റദ്ദു ചെയ്തു. എന്നാൽ മോട്ടോർ വാഹന നിയമത്തിന്റെ വകുപ്പുകളിൽ ഇതിനെതിരെ അപ്പീൽ പോകാൻ അധികാരമുണ്ട്. തിരുവനന്തപുരം ഡെപ്യൂട്ടി കമ്മീഷണർ മുമ്പാകെ, ട്രാൻസ്പോർട്ട് കമ്മീഷണർ മുമ്പാകെ സഞ്ജു ടെക്കിക്ക് അപ്പീൽ നൽകാം. എന്തായാലും ഇത്രയും ഗുരുതരമായ ഒരു കുറ്റകൃത്യം നടന്ന സാഹചര്യത്തിൽ ലൈസൻസിന്റെ കാര്യത്തിൽ മോട്ടോർ വകുപ്പ് സ്വീകരിക്കാൻ പോകുന്ന നടപടികൾ നിർണായകമായിരിക്കും. എന്തായാലും ഇപ്പോൾ എൻഫോഴ്സ്മെന്റ് RTO ലൈസൻസ് റദ്ദു ചെയ്തിരിക്കുന്നു. വാഹനം 1 വർഷത്തേക്ക് നിരത്തിലിറക്കാൻ കഴിയില്ല എന്ന നിർദ്ദേശം കൊടുത്തിരിക്കുന്നു. മാത്രമല്ല, ശിക്ഷാ നടപടികളുടെ ഭാഗമായി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ആതുര സേവനം നടത്തുകയാണ് ഇപ്പോൾ സഞ്ജു ടെക്കിയും കൂട്ടുകാരും. സഞ്ജു ടെക്കിയുടെ വാഹനം ഓടിച്ചിരുന്ന ഡ്രൈവർ സൂര്യനാരായണന്റെ ലൈസൻസും 1 വർഷത്തേക്ക് റദ്ദാക്കിയിട്ടുണ്ട്. ഈ ആതുര സേവനം നടക്കുന്ന ശിക്ഷാ നടപടികൾ തിങ്കളാഴ്ചയോടുകൂടി പൂർത്തിയാകും. ഹൈക്കോടതി ഇടപെടലാണ് ഇത്രയും ശക്തമായ നടപടിയിലേക്ക് എത്താൻ കാരണമായത്. ശരി, ശ്രീത്താണ് വിവരങ്ങൾ നൽകിയത്.